അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 29 ബുധനാഴ്ച. PM ശ്രീ പദ്ധതിയിൽ CPI സമ്മർദ്ദത്തിന് വഴങ്ങി CPM. പദ്ധതി നടപ്പിലാക്കാൻ കേന്ദ്രവുമായി ഒപ്പുവെച്ച ധാരണാപത്രം മരവിപ്പിക്കും. വിഷയം പഠിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിക്കാൻ CPI CPM ധാരണയിലെത്തി. അതുവരെ കരാർ മരവിപ്പിക്കുമെന്ന് കേന്ദ്രത്തെ അറിയിക്കുമെന്നാണ് CPM CPIയെ അറിയിച്ചിരിക്കുന്നത്. ഇതോടെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാൻ CPI മന്ത്രിമാർ തീരുമാനിച്ചു. അതേസമയം PM ശ്രീ കരാറിൽ ഒപ്പിട്ട ധാരണാപത്രം മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ ഇന്ന് തന്നെ കത്ത് നൽകും. ഈ കത്തിന്റെ പകർപ്പ് CPIക്ക് കൈമാറാനും തീരുമാനിച്ചു. PM ശ്രീ വിഷയത്തിൽ CPIക്ക് മുന്നിൽ മുട്ടുമടക്കി മുഖ്യമന്ത്രിയും CPMഉം. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന CPI ഭീഷണിയാണ് CPMനെ പുനർവിചിന്തനത്തിന് പ്രേരിപ്പിച്ചത്. CPM കീഴടങ്ങൽ സന്നദ്ധത അറിയിച്ചതിനെ തുടർന്ന് വിട്ടുവീഴ്ചയ്ക്ക് CPIയും തയ്യാറായതോടെ തർക്കത്തിന് താൽക്കാലിക പരിഹാരമായി. PM ശ്രീ വിഷയത്തിൽ ധാരണാപത്രം മരവിപ്പിക്കാനുള്ള തീരുമാനത്തെപ്പറ്റി തനിക്കറിയില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടി. വിവരങ്ങളൊന്നും അറിഞ്ഞില്ലെന്നും മുഖ്യമന്ത്രിയും നേതാക്കളും ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. PM ശ്രീയിൽ CPIക്ക് മുന്നിൽ CPM വഴങ്ങുന്നുവെന്ന വാർത്തയിൽ പ്രതികരണവുമായി BJP നേതാവ് K സുരേന്ദ്രൻ. ആത്മഹത്യാപരമായ തീരുമാനമെന്ന് K സുരേന്ദ്രൻ പറഞ്ഞു. ഗവൺമെന്റിന്റെ വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. PM ശ്രീയിൽ കേന്ദ്ര സർക്കാരും കേരളവും തമ്മിൽ ഒപ്പിട്ട ധാരണാപത്രം പ്രകാരം കരാറിൽ നിന്ന് ഏകപക്ഷീയമായി കേരളത്തിന് പിന്മാറാൻ സാധിക്കില്ലെന്ന് റിപ്പോർട്ടുകൾ. ഇരു കക്ഷികളും തമ്മിലുള്ള പരസ്പര ധാരണയിലൂടെ മാത്രമേ PM ശ്രീയിൽ നിന്ന് പിന്മാറാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, ഇതിന് 30 ദിവസത്തെ സമയപരിധി കൂടി കരാർ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. സംസ്ഥാന സർക്കാർ ഏകപക്ഷീയമായി പിന്മാറാൻ കത്തയച്ചതുകൊണ്ടോ നയപരമായ തീരുമാനങ്ങൾ എടുത്തതുകൊണ്ടോ ഈ കരാറിൽ നിന്ന് പിന്മാറാൻ സാധിക്കുകയില്ല എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. സംസ്ഥാനത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. 2026 മാർച്ച് 5 തുടങ്ങി മാർച്ച് 30 വരെയാണ് SSLC പരീക്ഷ നടക്കുക. രാവിലെ 9:30 പരീക്ഷകൾ തുടങ്ങും. മെയ് 8 SSLC ഫലപ്രഖ്യാപനം. മാർച്ച് 5 മുതൽ 27 വരെ ഹയർ സെക്കൻഡറി 1ാം വർഷ പരീക്ഷകളും 2ാം വർഷം മാർച്ച് 6 മുതൽ 28 വരെയും നടക്കും. 1ാം വർഷ പരീക്ഷ ഉച്ചയ്ക്ക് 1:30 2ാം വർഷ പരീക്ഷ രാവിലെ 9:30 ആരംഭിക്കുമെന്നും സംസ്ഥാനത്ത് 3000 പരീക്ഷാ കേന്ദ്രങ്ങളിലാണ് പരീക്ഷ നടക്കുകയെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. വിവര സാങ്കേതിക മേഖലയിൽ സംസ്ഥാനത്ത് 2031 10 ലക്ഷം തൊഴിൽ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്തെ IT വിപണിയുടെ 10% കേരളത്തിൻ്റെതാകണമെന്നും ഇതിനായി ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്ററുകളുടെ എണ്ണം 120 എത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വിഷൻ 2031 ഭാഗമായി ഇലക്ട്രോണിക്സ് ആൻഡ് IT വകുപ്പ് സംഘടിപ്പിച്ച റീകോഡ് കേരള 2025 IT സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിൽ കോൺഗ്രസിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാകില്ലെന്നും ഇതിനായുള്ള വടംവലി പാടില്ലെന്നും നേതാക്കളോട് വ്യക്തമാക്കി ഹൈക്കമാൻഡ്. കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയം വിജയസാധ്യത മാത്രം നോക്കിയാകുമെന്നും ഇക്കാര്യത്തിൽ മാനദണ്ഡം AICC തയ്യാറാക്കുമെന്നും പറഞ്ഞ ഹൈക്കമാൻഡ് കൂട്ടായ നേതൃത്വം എന്ന നിർദ്ദേശം കേരളത്തിൽ നടപ്പാവുന്നില്ലെന്നും വിമർശിച്ചു. AICC നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഉടൻ തുടർ നടപടി ഉണ്ടാകുമെന്നും പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു തീർക്കണമെന്നും നേതാക്കളോട് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം അന്തമില്ലാതെ തുടരുന്നുവെന്നും ഹൈന്ദവ വിശ്വാസത്തെ അവഹേളിക്കുന്ന നിലയിലേക്ക് ദേവസ്വം ബോർഡുകളുടെ ഭരണം മാറിയെന്നും വെള്ളാപ്പള്ളി നടേശൻ. കാണിക്കവഞ്ചിയിൽ കൈയിട്ട് വാരാത്തവർ ചുരുക്കമാണെന്നും മോന്തായം വളഞ്ഞാൽ കഴുക്കോലുകളുടെ കാര്യം പറയാനില്ലെന്ന പോലെയാണ് ദേവസ്വം ബോർഡുകളിലെ ജീവനക്കാരുടെ സ്ഥിതിയെന്നും അദ്ദേഹം പറഞ്ഞു. ദേവസ്വം ഭരണരീതികൾ മാറ്റണമെന്നും ആത്മാർത്ഥതയുണ്ടെങ്കിൽ 5 ദേവസ്വം ബോർഡുകളും സർക്കാർ പിരിച്ചുവിടണമെന്നും പ്രൊഫഷണൽ ഭരണമുള്ള 1-2 ദേവസ്വം ബോർഡ് മാത്രം മതിയെന്നും അദ്ദേഹം പറഞ്ഞു.
കോടിയേരി ബാലകൃഷ്ണനെ പോലെ പിണറായി വിജയനും നരകിച്ച് മരിക്കൂ എന്ന യുവതിയുടെ പ്രസ്താവനയ്ക്കെതിരെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ. ഈ പ്രസ്താവന നടത്തിയ അധീന എന്ന പെൺകുട്ടിയുടെ ഉള്ളിൽ എത്ര വലിയ വിഷമാണ് എന്ന് അതിശയിച്ചു പോയെന്നും ആര്യ പറഞ്ഞു. പിന്നീടാണ് അവർ RSS അല്ലേ, അതിശയിക്കേണ്ടതില്ല എന്ന കാര്യം ഓർമ്മ വന്നത്. രാഷ്ട്രീയ പ്രവർത്തകർ നാടിന് മാതൃകയാകേണ്ടവരാണെന്നും ആര്യ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. ഒയാസ് ബ്രൂവറിക്ക് കെട്ടിട നിർമ്മാണത്തിന് ആവശ്യത്തിനുള്ള മുഴുവൻ വെള്ളവും നൽകാൻ CPM ഭരിക്കുന്ന പുതുശ്ശേരി പഞ്ചായത്ത്. വാളയാർ, കോരയാർ പുഴകളിൽ നിന്നും വെള്ളമെടുക്കാൻ പ്രതിപക്ഷ എതിർപ്പിനിടെ ഭരണസമിതി യോഗത്തിൽ അനുമതി നൽകി. കെട്ടിട നിർമ്മാണത്തിന് ആവശ്യത്തിനുള്ള മുഴുവൻ വെള്ളവും നൽകണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഒയാസിസിന്റെ കത്ത്. വെള്ളക്കടലാസിൽ നൽകിയ കത്ത് അജണ്ടയിൽ വയ്ക്കാതെ ഭരണസമിതി പാസാക്കി. കൃഷിക്കും ശുദ്ധജലത്തിനും ഉപയോഗിച്ചു വരുന്ന പുഴവെള്ളം എടുക്കുന്നത് അനുവദിക്കില്ലെന്നും പ്രതിപക്ഷം വ്യക്തമാക്കി. കൊച്ചി പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദത്തിലെ പെൺകുട്ടിയെ പള്ളുരുത്തി ഡോൺ പബ്ലിക് സ്കൂളിൽ 8ാം ക്ലാസ്സിൽ ചേർത്തതായി പിതാവ് അറിയിച്ചു. തലയിലെ 3/4 മീറ്റർ തുണി കണ്ടാൽ ഒപ്പമുള്ള ഒരു കുട്ടിയും പേടിക്കില്ലെന്നുറപ്പുള്ള കലാലയത്തിലേക്ക് മകൾ എത്തിയെന്ന് രക്ഷിതാവ് ഫേസ്ബുക്കിൽ കുറിച്ചു. പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിഷയത്തിലെ ഹർജി ഹൈക്കോടതി തീർപ്പാക്കിയിരുന്നു. ഷാഫി പറമ്പിൽ MP-യുടെ ആരോപണത്തിൽ നിയമ നടപടിക്ക് അനുമതി തേടി വടകര കൺട്രോൾ റൂം ഇൻസ്പെക്ടർ അഭിലാഷ് ഡേവിഡ് ഉന്നത ഉദ്യോഗസ്ഥരോടാണ് അനുമതി തേടിയിരിക്കുന്നത്. പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ MP-യുടെ ആരോപണത്തിലാണ് നിയമ നടപടിക്ക് മുതിരുന്നത്. MP അപകീർത്തിപരമായ പരാമർശങ്ങൾ നടത്തിയെന്നാണ് അഭിലാഷിന്റെ ആരോപണം. അടിമാലിയിൽ മണ്ണിടിച്ചിലിൽ പരിക്കേറ്റ സന്ധ്യയുടെ അടിയന്തര ശസ്ത്രക്രിയ ഫലം കാണാത്തതിനെ തുടർന്ന് ഇടതുകാൽ മുറിച്ചുമാറ്റി. തകർന്ന വീട്ടിൽ മണിക്കൂറുകളോളമാണ് സന്ധ്യ കുടുങ്ങിക്കിടന്നത്. മണ്ണിടിച്ചിലിൽ സന്ധ്യയുടെ ഭർത്താവ് ബിജു മരിച്ചിരുന്നു. അടിമാലി കൂമ്പൻപാറ ലക്ഷം വീട് ഉന്നതിയിൽ ശനിയാഴ്ച രാത്രി 10:30-യോടെയാണ് അപകടമുണ്ടായത്. അതേസമയം സന്ധ്യയുടെ ചികിത്സാ ചെലവ് മമ്മൂട്ടി നേതൃത്വം നൽകുന്ന കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഏറ്റെടുക്കും. സന്ധ്യയുടെ സഹോദരൻ സന്ദീപിന്റെ അപേക്ഷ പരിഗണിച്ചാണ് തീരുമാനം. കോഴിക്കോട് കടലുണ്ടി റെയിൽവേ ലെവൽ ക്രോസിലെ കിഴക്കുവശത്തെ ഓട്ടോമാറ്റിക് ഗേറ്റ് ഓപ്പണിംഗ് സംവിധാനം തകരാറിലായതിനെ തുടർന്ന് ഇതുവഴി യാത്ര ചെയ്യാനിരുന്ന 100 കണക്കിന് യാത്രക്കാർ ദുരിതത്തിലായി. മലപ്പുറം, കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണിത്. ഇരുഭാഗത്തും കുടുങ്ങിയ യാത്രക്കാർ പിന്നീട് കിലോമീറ്ററുകളോളം ചുറ്റിത്തിരിഞ്ഞാണ് യാത്ര തുടർന്നത്. തിരുവനന്തപുരത്ത് കൊഴുപ്പുമാറ്റൽ ശസ്ത്രക്രിയയെ തുടർന്ന് വിരലുകൾ നഷ്ടമായ യുവതിയെ വലച്ച് വീണ്ടും മെഡിക്കൽ റിപ്പോർട്ട്. ആശുപത്രിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള സംസ്ഥാന മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടാണ് പുറത്തുവന്നിരിക്കുന്നത്. രേഖകളിൽ കൃത്യമായ ചികിത്സ നൽകിയിട്ടുണ്ടെന്നാണ് ബോർഡിന്റെ അവകാശവാദം. കഴക്കൂട്ടത്ത് പ്രവർത്തിക്കുന്ന കോസ്മെറ്റിക് ആശുപത്രിക്കെതിരെയായിരുന്നു പരാതി. 140 കിലോമീറ്റർ താഴെ പെർമിറ്റുള്ള സ്വകാര്യ ബസ്സുകൾ ലിമിറ്റഡ് സ്റ്റോപ്പായി ഓടാൻ പാടില്ലെന്ന സർക്കാർ ഉത്തരവിനെതിരെ സ്വകാര്യ ബസ്സുടമകൾ സുപ്രീം കോടതിയിൽ. സർക്കാരിന്റെ അപ്പീൽ തള്ളണമെന്ന് ബസ്സുടമകൾ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. കേരള സർക്കാർ നടപ്പാക്കിയത് ഏകപക്ഷീയമായ തീരുമാനമാണെന്നും നിയമവിരുദ്ധ കുത്തകവൽക്കരണത്തിനാണ് ശ്രമമെന്നും ആരോപിച്ചു. DMK-യെ കുരുക്കിലാക്കി വീണ്ടും ജോലിക്ക് കോഴ ആരോപണം. തമിഴ്നാട് മുനിസിപ്പൽ ഭരണവകുപ്പിൽ ജോലിക്ക് കോഴ എന്നാണ് ED കണ്ടെത്തിയിരിക്കുന്നത്. 25 ലക്ഷം മുതൽ 35 ലക്ഷം വരെ രൂപ വാങ്ങി നിയമനം നടത്തിയെന്നാണ് ED കണ്ടെത്തൽ. മുഖ്യമന്ത്രി സ്റ്റാലിനാണ് നിയമന ഉത്തരവ് നൽകിയിരിക്കുന്നത്. പ്രവേശന പരീക്ഷയിൽ വ്യാപക ക്രമക്കേടെന്നും ED കണ്ടെത്തി. വിഷയത്തിൽ കേസെടുക്കാൻ DGP-ക്ക് ED കത്ത് നൽകിയിരിക്കുകയാണ്. മോന്ത ചുഴലിക്കാറ്റ് കനത്ത നാശം വിതച്ച് ആന്ധ്ര തീരം തൊട്ടു. ആയിരക്കണക്കിന് ആളുകളെ മുൻകൂട്ടി ഒഴിപ്പിച്ചതിനാൽ കനത്ത ആൾനാശമില്ല. ഇതുവരെ 6 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മച്ചിലി പട്ടണത്തിനും കാക്കിനാട ഗ്രാമത്തിനുമിടയിൽ ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് കാറ്റ് തീരം തൊട്ടത്. 43,000 ഹെക്ടറിലധികം കൃഷി നശിച്ചു. വൈദ്യുതി മേഖലയിൽ ഏകദേശം 2,200 കോടി രൂപയുടെ നഷ്ടവും സംഭവിച്ചു. മുൻ അഗ്നിവീറുകൾക്ക് സ്വകാര്യ സെക്യൂരിറ്റി സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കും സംസ്ഥാന സർക്കാരുകൾക്കും നിർദ്ദേശം നൽകി. സായുധ സേനകളിൽ സേവനം പൂർത്തിയാക്കിയ അഗ്നിവീറുകൾക്ക് ഈ കാലയളവിൽ ലഭിച്ച പരിശീലനവും പരിചയസമ്പത്തും അവർക്ക് ഭാവി ജീവിതത്തിലും സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള അടിസ്ഥാനമാണെന്ന് കണ്ടാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം.
നിതീഷിനെയും ലാലുവിനെയും ബീഹാർ ജനത വെറുത്തുവെന്നും ജൻസുരാജ് സർക്കാർ ഉണ്ടാക്കണമെന്ന് ബീഹാർ ജനത ആഗ്രഹിക്കുന്നുവെന്നും ജൻസുരാജ് പാർട്ടി ഇരുമുന്നണികൾക്കും ഭീഷണിയെന്നും ജൻസുരാജ് പാർട്ടി നേതാവ് പ്രശാന്ത് കിഷോർ. കിട്ടാവുന്ന വോട്ടുകൾ പരമാവധി നേടുമെന്നും ജൻസുരാജ് വോട്ട് കട്ടർ പട്ടികയാണെന്നും പ്രശാന്ത് കിഷോർ ചൂണ്ടിക്കാട്ടി. ദില്ലിയിൽ വായുമലിനീകരണം കുറയ്ക്കാൻ ഇന്നലെ ക്ലൗഡ് സീഡിംഗ് നടത്തിയെങ്കിലും കൃത്രിമ മഴ പെയ്തില്ല. ഈർപ്പം കുറവായിരുന്നതിനാലാണ് ഇതെന്നാണ് പരിസ്ഥിതി മന്ത്രി മൻജിന്ദർ സിംഗ് സിർസ നൽകിയ വിശദീകരണം. ദില്ലിയിൽ ഇന്ന് വീണ്ടും ക്ലൗഡ് സീഡിംഗ് നടത്തും. കൂടാതെ ദില്ലിയിലെ കൂടുതൽ കെട്ടിടങ്ങളിൽ ആന്റി സ്മോക്ക് ഗൺ സ്ഥാപിക്കാനും സർക്കാർ തീരുമാനിച്ചു. കൺഗ്രാചുലേഷൻസ്. മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFE പുതിയ ഹാർമണി ചുറ്റി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചുറ്റിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. റഫാൽ യുദ്ധവിമാനത്തിൽ പറന്ന് ഇന്ത്യയുടെ സർവ്വസൈന്യാധിപയായ രാഷ്ട്രപതി ദ്രൗപദി മുർമു. അംബാല വ്യോമതാവളത്തിൽ നിന്ന് റഫാലിൽ പറന്ന രാഷ്ട്രപതിയെ വ്യോമസേന മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗും അനുഗമിച്ചു. അരമണിക്കൂറോളം റഫാൽ വിമാനത്തിൽ രാഷ്ട്രപതി പറന്നു. തെക്കൻ കാലിഫോർണിയയിൽ 3 പേരുടെ മരണത്തിനിടയായ വാഹനാപകടവുമായി ബന്ധപ്പെട്ട കേസിൽ കുറ്റാരോപിതനായ ഇന്ത്യൻ ട്രക്ക് ഡ്രൈവർ ജഷൻപ്രീത് സിംഗിനെ തലപ്പാവില്ലാതെ US കോടതിയിൽ ഹാജരാക്കി. ചിത്രം പുറത്തു വന്നതിന് പിന്നാലെ ഇന്ത്യയിൽ സിഖ് സമൂഹം കടുത്ത പ്രതിഷേധത്തിലാണ്. പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളിലായാണ് പ്രതിഷേധം ശക്തമാക്കുന്നത്. പാകിസ്ഥാനിൽ സംഭവിക്കുന്ന അശാന്തിക്ക് പിന്നിൽ ഇന്ത്യയാണെന്ന ആരോപണവുമായി പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. അഫ്ഗാനിസ്ഥാനുമായുള്ള സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് ഇന്ത്യക്കെതിരെ ആരോപണവുമായി പാകിസ്ഥാൻ രംഗത്തെത്തിയത്. അഫ്ഗാനിസ്ഥാൻ ഇനി തങ്ങളെ ആക്രമിച്ചാൽ 50 മടങ്ങ് ശക്തിയിൽ തിരിച്ചടിക്കുമെന്നും അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിലേക്ക് ഇനി നോക്കിയാൽ അവരുടെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കുമെന്നും ഖ്വാജ ആസിഫ് പ്രതികരിച്ചു. ബംഗ്ലാദേശിൽ ഹിന്ദു സംഘടനയായ ഇസ്കോണിന്റെ പ്രവർത്തനം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം. ധാക്ക, ചിറ്റഗോങ് നഗരങ്ങളിലാണ് ഇസ്ലാമിക സംഘടനകൾ പ്രതിഷേധം നടത്തിയത്. വെള്ളിയാഴ്ച ജുമുഅ നമസ്കാരത്തിന് ശേഷം ഫസഹാത്ത് ഇസ്ലാം, ഇൻതിഫാദ ബംഗ്ലാദേശ് തുടങ്ങിയ തീവ്ര സംഘടനകൾ ഇസ്കോൺ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തി. ഹമാസ് സമാധാന കരാർ ലംഘിച്ചെന്നാരോപിച്ച് ഗാസയിൽ കനത്ത തിരിച്ചടി നൽകാനുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിർദ്ദേശത്തിന് തൊട്ടുപിന്നാലെ ആരംഭിച്ച ആക്രമണത്തിൽ 32 പേർ കൊല്ലപ്പെട്ടു. അമേരിക്കയെ അറിയിച്ച ശേഷമാണ് ആക്രമണം തുടങ്ങിയതെന്ന് സൈനിക വക്താവ് അറിയിച്ചു. ഹമാസ് ഇസ്രയേൽ സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയെന്ന ആരോപണത്തിന് പിന്നാലെയാണ് ശക്തമായ തിരിച്ചടിക്ക് പ്രധാനമന്ത്രി നെതന്യാഹു നിർദ്ദേശം നൽകിയത്. കാറ്റഗറി 5 കൊടുങ്കാറ്റായ മെലീസ ജമൈക്കയിൽ കനത്ത നാശനഷ്ടം വിതച്ചു. വിനാശകരമായ കാറ്റും പേമാരിയും കൊടുങ്കാറ്റും ഉണ്ടായി. വീടുകളും സ്കൂളുകളും ആശുപത്രി കെട്ടിടങ്ങളും തകർന്നു വീണു. തെരുവുകൾ വെള്ളപ്പൊക്കത്തിൽ മുങ്ങി. നാശത്തിന്റെ തോത് ഗണ്യമാണെന്ന് പ്രധാനമന്ത്രി ആൻഡ്രൂ ഹോൾനസ് പറഞ്ഞു. ഇതുവരെ ലഭിച്ച റിപ്പോർട്ടുകളിൽ ആശുപത്രികൾക്കും പാർപ്പിട ഭവനങ്ങൾക്കും വാണിജ്യ സ്വത്തുക്കൾക്കും കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ബ്രസീലിയൻ നഗരമായ റിയോ ഡി ജനീറോയിൽ സംഘടിത കുറ്റകൃത്യങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ വൻ പോലീസ് റെയ്ഡിൽ കുറഞ്ഞത് 64 പേർ മരിച്ചതായി സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു. മരിച്ചവരിൽ 4 ബ്രസീലിയൻ പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുവെന്ന് ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. റെയ്ഡിൽ പോലീസ് വലിയ അളവിൽ മയക്കുമരുന്ന് പിടിച്ചെടുത്തതായി റിയോ ഡി ജനീറോ സംസ്ഥാന ഗവർണർ ക്ലോഡിയോ കാസ്ട്രോ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ബ്രസീലിനെതിരെ ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ താരിഫ് വെട്ടി US സെനറ്റ്. ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷമുള്ള സഭയിൽ 48-നെതിരെ 52 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് പുതിയ നിയമം പാസായത്. ഭരണ അട്ടിമറി ശ്രമത്തിന്റെ പേരിൽ ബ്രസീൽ മുൻ പ്രസിഡന്റ് ജെയർ ബോൾസനാരോയെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ബ്രസീൽ സർക്കാരിന്റെ തീരുമാനത്തിൽ കുപിതനായാണ് ട്രംപ് ബ്രസീലിനുമേൽ അധിക തീരുവ പ്രഖ്യാപിച്ചത്. US-ഉം ഇന്ത്യയും തമ്മിൽ വ്യാപാര കരാറിൽ ഉടൻ ഒപ്പുവെക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ദക്ഷിണ കൊറിയ സന്ദർശനത്തിനിടെയാണ് ട്രംപ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയത്. ലോകത്തിലെ ഏറ്റവും വലിയ 2 സമ്പദ്വ്യവസ്ഥകൾ തമ്മിലുള്ള കരാർ ഒപ്പിടുന്ന സമയത്തിന്റെ കാര്യം മാത്രമാണ് തീരുമാനമാകാനുള്ളതെന്നും ട്രംപ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഞങ്ങൾക്ക് വലിയ ബഹുമാനവും സ്നേഹവുമുണ്ടെന്നും ഞങ്ങൾക്കിടയിൽ മികച്ച ബന്ധമാണുള്ളതെന്നും പ്രധാനമന്ത്രി മോദി ഏറ്റവും സുന്ദരനായ വ്യക്തിയാണെന്നും അതുപോലെ തന്നെ അദ്ദേഹം കുറച്ച് കടുപ്പക്കാരനാണെന്നും ട്രംപ് പറഞ്ഞു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.